നമുക്കറിയാവുന്ന പര്യവേഷണം നടത്താൻ പറ്റുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 90 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് മാത്രമാണ് ഉള്ളത്. പക്ഷെ അതിൽ തന്നെ ഏകദേശം 100 ബില്യൺ ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും 100 മുതൽ 1000 ബില്യൺ വരെ നക്ഷത്ര സമൂഹമുണ്ട്, അല്ലെങ്കിൽ നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഈ ഓരോ നക്ഷത്ര കൂട്ടങ്ങളിലും നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഒരു സോളാർ സിസ്റ്റം ഉണ്ട്. അതായത് ഒരുപാട് ഗ്രഹങ്ങളുടെ സാന്നിധ്യം അവിടെ കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഗാലക്സികളും ഇത്തരം നക്ഷത്ര സമൂഹങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ ജീവന്റെ സാധ്യത കാണുന്ന ഒരു പ്ലാനറ്റ് എങ്കിലും കാണത്തില്ല. നമ്മുടെ ഈ എർത്ത് മാത്രമായിരിക്കും ജീവൻ തുടിക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത്. നമ്മളിത് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ദ ഫെർമി പാരഡോക്സ്. വർഷം 1950 എൻറിക്കോ ഫെർമിയ എന്നൊരു സയന്റിസ്റ്റ് ഒരു സാധാരണ ചോദ്യം ചോദിച്ചു. ഏലിയൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാം എവിടെയാണ്? നമ്മുടെ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഏകദേശം 138 ബില്യൺ പ്രായമുണ്ട്. അതിൽ തന്നെ ലക്ഷക്കണക്കിന് ഗാലക്സികൾ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഡെവലപ്ഡ് സിവിലൈസേഷൻ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ നമ്മളെ സമീപിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല? നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് വേറൊരു സയന്റിസ്റ്റിനെ പറ്റി സംസാരിക്കാം. 1961 ഫ്രാങ്ക് ഡ്രെക്ക് എന്ന് പറയുന്നൊരു സയന്റിസ്റ്റ് ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. ആ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ എത്രത്തോളം എക്സ്ട്രാ ഡെവലപ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ടാകുമെന്നാണ്. പക്ഷെ എന്നിട്ടും ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് സിവിലൈസേഷൻ ഉണ്ടായിരിക്കണം. എന്നിട്ടും നമുക്കൊരു സിഗ്നൽ ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ട്? ഇതിന് കാരണമായിട്ട് പറയുന്നതാണ് ഫെർമി പാരഡോക്സ്. ഒരുപാട് തിയറികൾ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഫെർമി പാരഡോക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏലിയൻസ് നമ്മൾ ഇതിലായിട്ട് കണ്ടെത്തിയിട്ടില്ല, അതിന്റെ ഇക്വേഷൻ കണ്ടെത്തി, അത് പ്രകാരമായിട്ട് നോക്കുകയാണെങ്കിൽ 1000 സിവിലൈസേഷൻ ഇവിടെ ഉണ്ട്, അതിനുള്ള സിഗ്നൽ നമുക്ക് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു 6-7 തരത്തിലുള്ള തിയറീസ് ഉണ്ട്. ആ തിയറീസ് ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഈ ഫെർമി പാരഡോക്സ് എന്ന് പറയുന്നത്. നമുക്കതിൽ ആദ്യത്തെ തിയറി എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ തിയറിയാണ് റെയർ എർത്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ കണ്ടീഷൻസ് ഉണ്ട് കുറച്ച്. ആ കണ്ടീഷൻസ് എല്ലാ പ്ലാനറ്റിലും ലഭ്യമാണോന്നില്ല. അതുകൊണ്ട് ജീവൻ എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏലിയൻസ് അല്ലെങ്കിൽ മറ്റൊരു ജീവിവർഗം ഉടലെടുക്കാത്തതും അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തിണങ്ങി ഒരു ഗ്രഹത്തിൽ വരാത്തതും. ഇതാണ് റെയർ എർത്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നുള്ള രണ്ടാമത്തെ തിയറിയാണ് ദ ഗ്രേറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്. പ്രപഞ്ച പരിണാമ സമയത്ത് രൂപപ്പെട്ട ഏതെങ്കിലും ഒന്ന് സ്പേസ് എക്സ്ട്രാ സിവിലൈസേഷൻ